സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ സാരമില്ല, ഇങ്ങനെയൊക്കെ വരാനിരുന്നാന്ന് വിചാരിക്കാം. ശരിയാവും, ഒക്കെ ശരിയാവും. ഇല്ല കൃഷ്ണേച്ചി, ഇനി എന്ത് ശരിയാവാനാ? ഞാനല്ലേ എന്റെ അച്ഛനമ്മയും കൊന്നത്. എന്തൊക്കെ ശരിയായാലും അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. നടക്കാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഓരോ വിധിയുണ്ട്. ജനിക്കുമ്പോഴേ അത് തീരുമാനിക്കപ്പെട്ടതാ. ഒരു സങ്കടം തരുമ്പോ ഒരുപാട് സന്തോഷം നമുക്ക് വേണ്ടി കാത്തു വച്ചിട്ടുണ്ടാവും ഈശ്വരൻ. ഇത് വിധിയല്ല കൃഷ്ണേച്ചി, ഞാൻ മനഃപൂർവ്വം ചെയ്തു പോയ തെറ്റിനുള്ള ശിക്ഷ. ഈശ്വരൻ ഒരിക്കലും എന്റെ കൂടെ ഉണ്ടാവില്ല. അങ്ങനെ നിരാശപ്പെടല്ലേ മോളെ. ഭാഗ്യത്തിന് രാമനെ എങ്ങാനും കണ്ടുകിട്ടിയാൽ ഈ വിഷമൊക്കെ മാറില്ലേ? കണ്ടുകിട്ടും. കൃഷ്ണേച്ചിയുടെ മനസ്സങ്ങനെ പറയുന്നു. ഈശ്വരൻ ഏതെങ്കിലും ഒരു വഴിക്ക് രാമനെ നിന്റെ മുന്നിൽ കൊണ്ടുവരും.
എന്താ സുദർശന? ആൽബം കൊണ്ട് വന്നാ മാഷേ. ആഹാ, ഇത്ര പെട്ടെന്ന് താൻ ഇതൊക്കെ ശരിയാക്കിയോ? ഫോട്ടോയ്ക്ക് താമസമൊന്നുമില്ല മാഷേ, ആൽബത്തിലാക്കാനുള്ള സമയം മാത്രം മതി. നന്നായിരിക്കുന്നു, രണ്ടുപേരും ഫോട്ടോ ജനിക്കാ. താനിരിക്കേ. വേണ്ട മാഷേ, പോണം, സ്റ്റുഡിയോയിൽ ആരുമില്ല. ആ മോളെ, ദേ നിശ്ചയത്തിന്റെ ഫോട്ടോസ്. ഞാൻ കാണട്ടെ ആദ്യം. കാണാനൊന്നുമില്ല, സുന്ദരനാ നിന്റെ രഘുപതി. ഒന്ന് പോച്ച. ലച്ചു, ഈ വിഷമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് സന്തോഷായിട്ടിരുന്നേ നീ. ദേ നോക്കി, കൃഷ്ണേച്ചിയുടെ ചെറുക്കനെ കാണണ്ടേ നിനക്ക്? കാണണം. ഇതാ നിശ്ചയത്തിന്റെ ഫോട്ടോഗ്രാഫ്സാ. എവിടെ എന്റെ കുട്ടി? ഒന്ന് വിളിച്ചവളെ. സുഭദ്ര ചിറ്റയ. സീതയുടെ ചിറ്റയാ ഞാൻ. അവളെ കൊണ്ടുപോകാൻ വന്നതാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവളങ്ങനെ അനാഥയായി ജീവിക്കേണ്ട കാര്യമില്ല. എന്താടി ഞാൻ ഈ കേട്ടതൊക്കെ? ചിറ്റ, ഞാൻ അച്ഛനെ അമ്മയൊക്കെ കൊലക്ക് കൊടുത്തു അല്ലേടി? നിന്ന് കരഞ്ഞ പോയ മാനൊക്കെ തിരികെ കിട്ടുമോ? നിന്റെ പ്രായത്തിന് മുന്നേ ഇല്ലത്തൊന്ന് പടിയിറങ്ങി പോയതാ ഞാൻ. പോകുമ്പോ ഉരുക്കുപോലൊരു മനുഷ്യനുണ്ടായിരുന്നു പടിക്ക് പുറത്ത്. ആ കൈക്ക് പിടിച്ചു പോകുമ്പോ പടിയടയ്ക്കുന്നതോ ഇരിക്കപ്പിണ്ടം വെക്കുന്നതോ ഒന്നും പേടിച്ചില്ല ഞാൻ. എന്താന്നറിയോ? ചങ്കുറപ്പുള്ള ഒരാണ് കൂടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യം. അങ്ങനെ ഒരാളുണ്ടോ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ? അതോ ഒരു കൊച്ചിനെ തന്നിട്ട് സ്ഥലം വിട്ടോ? അങ്ങനെ പോകുന്ന ആളൊന്നല്ല, ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. കൂടെ താമസിക്കുന്നത് ഇത്തിരി കാര്യവിവരമുള്ള കുട്ടിയാന്നാ ഞാൻ കേട്ടത്. എന്നിട്ട് കൊണ്ടു നടന്ന് ഇങ്ങനെ ചീത്തയൊക്കെ ആയിരുന്നു അല്ലേ? അല്ലട്ടോ ചിറ്റ, കൃഷ്ണേച്ചി ഒന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പേര് ദോഷമായില്ലേ നാട്ടില്? എല്ലാരും ഉപേക്ഷിച്ചില്ലേ? ഒറ്റയ്ക്ക് ജീവിക്കണ്ടേ ഇനി? ഒറ്റയ്ക്കാവാതിരിക്കാനാ ഞാൻ വിളിച്ചോണ്ട് പോന്നത്. ഇവിടെ താമസിച്ചോട്ടെ. വേണ്ട, അങ്ങനെ ഇവിടെ ഒന്നും താമസിക്കണ്ട. എനിക്കൊരു വീടുണ്ട്. ഞാനുള്ളപ്പോൾ അനാഥ കുട്ടിയെ പോലെ വേറൊരു വീട്ടിൽ വന്ന് താമസിക്കാനോ? അങ്ങനെ അന്യ വീടൊന്നും അല്ലല്ലോ ഇത്. ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ നല്ല മനസ്സ് എന്ന് വെച്ച് അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഇറങ്ങാ ഇവിടുന്ന്. കൊണ്ടുപോകാനായിട്ട് തന്നെയാ ഞാൻ വന്നത്. ഇപ്പോഴോ? ആ, ഇപ്പോഴ്. തടസ്സം പറയരുത് മോളെ. എനിക്ക് കൊണ്ടുപോകണം ഇവിടെ. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാ. പടിയിറക്കി പിണ്ടം വെച്ച് സന്തോഷിച്ചവരോടുള്ള ഒരു വാശിക്കെങ്കിലും എന്റെ കൂടെ താമസിക്കണ ഇവള്. തെണ്ടിത്തിരിഞ്ഞ് നശിക്കണമെന്ന് വിചാരിച്ചവരൊക്കെ ഒന്ന് കാണട്ടെ അത്. ശരിയാ മോളെ, സീത താമസിക്കേണ്ട ഇവിടെയല്ല, ചിറ്റയുടെ കൂടെ തന്നെയാ. മോള് ചെല്ല്, ഇങ്ങോട്ട് എപ്പോ വേണമെങ്കിലും വരാമല്ലോ. എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാ മതി. ഓടി വരാൻ കൃഷ്ണേച്ചി. ചെല്ല് ചെല്ല് മോളെ. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല മോളോട്.
എന്റെ കുട്ടിയെ അവിടുന്ന് രക്ഷിച്ചില്ലേ? മോളെ, സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം നീ വിഷമിക്കണ്ട. മറ്റാരുമല്ലല്ലോ, അവൾക്ക് വേണ്ടപ്പെട്ടവരുടെ കൂടെ തന്നെയല്ലേ പോയിരിക്കുന്നത്. എല്ലാവരും വേണ്ടപ്പെട്ടവരാ. ഒരു ബുദ്ധിമുട്ട് വരുന്നവരെ എല്ലാവരും ഉണ്ടായിരുന്നിട്ടും എത്ര പെട്ടെന്നാ അവൾ ഒരു അനാഥയെ പോലെ ആയത്. ഇനിയുള്ള ഏക ആശ്രയ ഈ സുഭദ്രച്ചിറ്റ്. അതും ഇല്ലാണ്ടായ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. വരാം. പക്ഷേ എത്ര നാൾ ഇവിടെ താമസിക്കും? ഞാൻ കൂടി പോയാ പിന്നെ നടക്കില്ല. അതൊന്നും പ്രാക്ടിക്കൽ അല്ല. എന്തായാലും ഇപ്പൊ മോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. തൽക്കാലം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എഴുന്നേൽക്ക്. ദേ, ആ ആൽബം കൊണ്ടുവന്ന് വെച്ചിട്ട് കണ്ടോ നീ? അച്ഛനെ കാണിക്കാൻ എടുത്തോണ്ട് ഓടിയാണല്ലോ. വന്നേ, നിന്റെ രഘുപതി എങ്ങനെയുണ്ടോ നോക്കാം നമുക്ക്. വാ. നിനക്ക് വേണ്ടി തന്നെ സൃഷ്ടിച്ചതുപോലെ ഇരിക്കുന്നു ഈ പെണ്ണിനെ. ഈ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയില്ലേ, സത്യത്തിൽ അതായത്. ചായ? തനിക്ക് ഏത് നേരം ഈ ചായ ഇടലാണോ പണി? അല്ല, ചായ വേണോന്ന് വിചാരിച്ചിട്ടല്ല, വെറുതെ ഇരിക്കുമ്പോ വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. വേണ്ട, അവിടെ വെച്ചേക്ക്. ഈ ഗ്രൂപ്പ് ഫോട്ടോ കുറച്ചുകൂടെ വലുതാക്കേണ്ടിയിരുന്നു അല്ലേ? ആഹാ, ഇത്ര പെട്ടെന്ന് ഫോട്ടോസ് കിട്ടിയോ? വലിയേട്ടേ ഇരിക്കേ. അതെ, ഞാൻ കണ്ടിട്ട് കണ്ടാ മതി. ഇങ്ങോട്ട് താടാ. കൊള്ളാലോടാ. അസലായിട്ടുണ്ട്. എന്താ തുളസി, കാര്യം എന്താ? കാര്യമുണ്ട്. ചിലപ്പോ സച്ചിദാനന്ദന് ഗുണം ചെയ്യും. താൻ കാര്യം പറ. പെണ്ണിനെ എനിക്കറിയാം. രഘുപതി കെട്ടാൻ പോകുന്ന ഈ പെണ്ണിനെ. എങ്ങനെ അറിയാം? അറിയാമെന്ന് വെച്ചാൽ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇവള് ശരിയല്ല. നീ തെളിച്ചു പറ തുളസി. സച്ചിദാനന്ദ, ഇവര് 3 പെൺകുട്ടികൾ ഉറ്റ സുഹൃത്തുക്കളാ. അതിൽ ഒന്നിന്റെ വീട്ടിൽ 5-6 മാസം ജോലിക്ക് നിന്നിട്ടുണ്ട് ഞാൻ. കുഞ്ഞെ, ചോറ് എഴുന്ന് തണുക്കുന്നു, കഴിക്കാൻ വരുന്നില്ലേ? ദേ വരുന്നു തുളസി.
ഇതൊക്കെ കുഞ്ഞിന്റെ കൂട്ടുകാരികളാ? ആ. ഇവര് രണ്ടുമാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇത് സീതാലക്ഷ്മി, ഒരു ഇല്ലത്തെ കുട്ടിയാ, ഒന്നതര അന്തർജനം. പക്ഷേ ആളൊരു അടിപൊളി സെറ്റപ്പാ. അത് കണ്ടാ തന്നെ അറിയാം. PhD റിസർച്ച് ചെയ്യുന്നു. ആ. ഇത് കൃഷ്ണവേണി, സീതയെ പോലല്ല, കുറച്ചുകൂടി അടക്കോ ഒതുക്കോ ഉള്ള ഒരു ജീനിയസ് അവള്. ഒരു പാവം സ്കൂൾ മാഷിന്റെ മോള്, പക്ഷേ എഞ്ചിനീയർ ആട്ടോ. ഇവര് 3 ഉറ്റ കൂട്ടുകാരാണ് സച്ചിദാനന്ദ. ഈ കൃഷ്ണവേണിയും സോഫിയും പിന്നെ ഒരു സീതാലക്ഷ്മിയും. അതിൽ ഇത്ര അത്ഭുതപ്പെടാൻ എന്താ തുളസി? ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാവും നല്ലതല്ലേ? അല്ല, ഞാൻ അറിഞ്ഞത് വെച്ച് നല്ലതല്ലാത്ത ചില ബന്ധങ്ങളുണ്ട് ഇവർക്ക്. ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത പെണ്ണ് ഗർഭിണിയാവൂ. ഗർഭിണിയോ? ആ, ഇതിൽ 3ാമത് പറഞ്ഞ പെൺകുട്ടിയില്ലേ സീതാലക്ഷ്മി, ഏതോ കാട്ടിൽ വെച്ച് ആരോ ഒരു രാമന്റെ കൂടെ പോയിട്ടുണ്ട് അവൾ. അതിൽ അവൾ ഗർഭിണിയുമാണ്. ഈ പെണ്ണുങ്ങൾ 3 പേര് ഇതുപോലെ വഴിവഴിച്ച് നടക്കുന്നവരാ സച്ചിദാനന്ദ, അതിൽ ഒരു സംശയമില്ല. അഞ്ചാറ് മാസം നിന്നിട്ട് താനാ വീട്ടിൽ നിന്ന് പോരാൻ എന്താ കാരണം? അത് എന്താ തനിക്കൊരു പരിങ്ങില്? അത് ഉള്ളത് പറയാലോ. 12 പവനോളം വരുന്നൊരു മാല ഞാൻ അവിടുന്ന് അടിച്ചു മാറ്റി. അല്ല, ഞാനാണെന്ന് അവരറിഞ്ഞിട്ടില്ല. എന്നാലും അവിടെ നിന്നാൽ ചിലപ്പോ അറിഞ്ഞു പോയെങ്കിലോ, അതുകൊണ്ട് സ്വരം നല്ലപ്പോ പാട്ട് നിർത്തി ഞാനിങ്ങ് പോന്നു. ഈ ചെറിയടുത്തിയുടെ മുഖം ശ്രദ്ധിച്ചോ? കുറച്ച് മോഡേൺ ലുക്കില്ലേ? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറച്ച് മോഡേൺ ആയിരിക്കും, അത് നല്ലതല്ലേ? എനിക്കും കുറച്ച് മോഡേൺ ആയ കൊള്ളാന്നുണ്ട്. വേണ്ട, നിന്റെ മുഖത്തിന് ഇത് തന്നെ ചേർച്ച. എങ്ങനെയുണ്ട് ഫോട്ടോസ്? നന്നായിട്ടുണ്ട്. ഇവള് പറയായിരുന്നു കൃഷ്ണവേണിക്ക് അല്പം മോഡേൺ ലുക്ക് ഉണ്ടെന്ന്. കൃഷ്ണവേണി കുറച്ച് മോഡേണാണ്, അത് ഇക്കാലത്ത് വലിയ തെറ്റൊന്നുമല്ല. എന്തായാലും അതിന്റെ സ്വഭാവം നല്ലതാ, നല്ല അടക്കോ ഒതുക്കോ. അതെ, നല്ല അടക്കോ ഒതുക്കോ. എന്റെ കാഴ്ചപ്പാടിൽ ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു കുട്ടി വേറെയില്ല. എന്തുകൊണ്ടും മുല്ലക്കത്തറവാടിന് ചേരും. നമ്മുടെ രഘുരാമന്റെ ഭാഗ്യം അല്ലേട്ടത്തി. നിനക്ക് ഇതുപോലൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം. ശരിയാ, നന്നായിരിക്കും. ഹലോ, വേണിക്ക് ഈ ശബ്ദം മനസ്സിലായോ? ഈ ശബ്ദം ഒരിക്കലും എനിക്ക് മനസ്സിലാവാതെ വരില്ല. ഇനി ജീവിതം മുഴുവൻ ഈ ശബ്ദത്തിന്റെ കൂടെയല്ലേ ഞാൻ. എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് കണ്ടിട്ട് വിളിക്കാൻ ഞാന്. ഭംഗിയായിരിക്കുന്നു തന്റെ രൂപം. രൂപത്തിലല്ലല്ലോ രഘുവെട്ട കാര്യം, ഒരു പനിക്കുണ്ടോ ഒരു മനുഷ്യൻ? ശരിയാണ്, പക്ഷേ കാണാനും മോഹിക്കാനും രൂപം നന്നായിരിക്കണം അല്ലേ? ഓഫ് കോഴ്സ്. പക്ഷേ അത് കാണാനും മോഹിക്കാനും മാത്ര, ജീവിക്കാൻ മനസ്സിന്റെ നേരാ വേണ്ടത്. താനിങ്ങനെ ഫിലോസഫി പറയാനാണെങ്കിൽ വേണ്ട, ഇപ്പൊ ആ മൂഡിലല്ല ഞാൻ. സോറി, ഞാൻ ചെറിയ ചെറിയ സങ്കടങ്ങളുടെ ലോകത്തായിരുന്നു. എന്തുപറ്റി? പറ്റിയത് എനിക്കല്ല, എന്റെ ഫ്രണ്ടിനാ. അനിയത്തെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഫ്രണ്ടിന്. ഞാൻ ഇടപെടേണ്ട എന്തെങ്കിലും കാര്യമാണോ? അല്ല, രഘുവേട്ടനെന്നല്ല, എനിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ തീർത്തു പറയണ്ട. നാട്ടിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീർക്കുന്നത് ഈ ഞാനാ. ഇതും ചിലപ്പോ ഞാൻ വിചാരിച്ച സിമ്പിളായിട്ട് തീരും. ഇല്ല, നാട്ടില് തല്ലി തീർക്കുന്ന കാര്യങ്ങൾ പോലെ അല്ല ഇത്. അപ്പോ എന്നെ ഒരു സ്ഥിരം വഴക്കാളിയാക്കിയോ വേണി? ഉവ്വ്, ദേവേടത്തി എന്നോട് എല്ലാം പറഞ്ഞു.
ഞാനൊരു മൂക്കേര് കൊണ്ടുവരുന്നുണ്ട് ഇവിടുന്ന്. എന്തിന്? തല്ലുണ്ടാക്കാൻ പോകുമ്പോ പിടിച്ചു വലിച്ച് കെട്ടിയിടെ. താനിതെന്താ തുളസി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കാണണില്ലല്ലോ? ഓ, അടുക്കളയിൽ എപ്പോഴും കാണും ഓരോ പണികൾ. അതിന് ഭവാനിയിലെ അടുക്കളയില്. ഓ, ആരുണ്ടെങ്കിലും എനിക്ക് എന്റെ കൈ ചെല്ലണം എല്ലാത്തിനും. ആഹാ, നല്ല വണ്ടിയല്ലേ? കറുത്ത വണ്ടി എനിക്ക് വലിയ ഇഷ്ടാ. ഇപ്പൊ ഇത് കാണാനുള്ള ഭംഗിയുള്ളൂ തുളസി, പണിക്ക് കയറ്റാറായി. പുതിയ വണ്ടിയല്ലേ ഇത്? അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചിലപ്പോ രഘുക്കുഞ്ഞ് വണ്ടിയായിട്ടൊരു പോക്ക് പോയാ തമിഴ്നാട്, കർണാടക, ആന്ധ്ര മുതൽ ലോകം മുഴുവൻ ചുറ്റും. ഇത്തവണ പോയത് നല്ല റോഡ് പോലും ഇല്ലാത്ത സ്ഥലത്താ, ശ്രീഹള്ളിയിലെ ആദിവാസി കാട്ടില്. പിന്നെ എങ്ങനെയാ വണ്ടി ചീത്ത കണ്ടിരിക്കുന്നത്? എവിടെയുള്ള കാട്ടില്? കർണാടകയിലുള്ള ശ്രീഹള്ളിയില്. കണ്ടാ കൊല്ലാൻ വരുന്ന ആദിവാസികളുടെ ഇടയില് ഒരാഴ്ച ഉണ്ടായിരുന്നു ഞങ്ങള്. അത് ശരി. അല്ല, കാട്ടിലൊക്കെ പോയി താമസിക്കാൻ പേടിയാവില്ല ചെല്ലപ്പാ? അതിന് ആരാ കാട്ടിൽ താമസിക്കുന്നത്? അല്ല, ചെല്ലപ്പം പറഞ്ഞില്ലേ ആദ്യം വലിയ കാട്ടിലൊക്കെ പോയി കൊച്ചങ്കന്നിൻ്റെ കൂടെയൊക്കെ താമസിച്ചു എന്ന്. കാട്ടുജാതിക്കാരെ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാ. എന്തെങ്കിലും പറഞ്ഞാ നീ അത് തന്നെ വിചാരിച്ചിരിക്കുക? കാട്ടിലെ ആൾക്കാരെയൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്, അതാ എനിക്ക് കേൾക്കാൻ ഇഷ്ടം. ഞാൻ അങ്ങനെ അടുത്തു പോയി കണ്ടതൊന്നുമല്ല അവരെ. കണ്ട അവര് കൊല്ലും. വിഷം പുരട്ടിയ അമ്പ അവരുടെ കയ്യില്. അയ്യോ, വിഷോ? ചെല്ലപ്പന് പേടിയായില്ലേ? ഞങ്ങള് പുറംകാട്ടില് ടെന്റ് കെട്ടി താമസിക്കുകയായിരുന്നു. അങ്ങോട്ട് ആദിവാസികളൊന്നും വരില്ല. ഓ, ഞാൻ ഈ കാട്ടുജാതിക്കാരുടെ കഥ കേൾക്കാൻ വന്നതാ. ഈ ചെല്ലപ്പന് ഒന്നും അറിഞ്ഞൂടാ. ഓ, നിനക്കറിയണോന്നുണ്ടെങ്കിൽ ചെന്ന് രഘുക്കുഞ്ഞിനോട് ചോദിച്ചാൽ മതി. ആദിവാസികളെ തല്ലി തോൽപ്പിച്ചതാ രഘുക്കുഞ്ഞ്.